ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമുക്കിന്ന് ഇഫ്താർ പാർട്ടികളിലൊക്കെ നല്ല സ്റ്റാർ ആവാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഴുത്ത മാങ്ങ നല്ല കഷ്ണങ്ങളാക്കിയത്, പഴുത്ത മാങ്ങ ആവാൻ തന്നെ ശ്രദ്ധിക്കട്ടെ. പുളിയുള്ളതാകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങാപ്പാലും കൂട്ടിയിട്ടാണ്, അപ്പോൾ പിരിയാനൊക്കെ സാധ്യത ഉണ്ട് പുളിയുള്ളതാകുമ്പോൾ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ വേണ്ടത് കസ്കസാണ്. അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതാണ്. പിന്നെ സാബൂനരിയാണ് വേണ്ടത്, അതും കഴുകി വൃത്തിയാക്കി വേവിച്ചെടുത്തിട്ട് തണുപ്പിച്ചെടുത്തതാട്ടത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ മാങ്ങ കഷ്ണങ്ങളാക്കിയത്, നമ്മളെ ഈ ഡ്രിങ്കിലേക്ക് ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കിയ മാങ്ങ. പിന്നെ പാൽപ്പൊടിയാണ്. പിന്നെ വേണ്ടത് കട്ടിയുള്ള തേങ്ങാപ്പാൽ. പിന്നെ നമുക്ക് ഐസ് വാട്ടറൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാവും, കുറച്ച് വെള്ളം ചേർത്തുക്കണം. അപ്പം നമുക്ക് ഇത് അടിച്ചെടുത്തിട്ട് വരാം. അത് മിക്സിൻ്റെ ജാർ എടുക്കുക, മാങ്ങ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങാപ്പാൽ, പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളെ ഡ്രിങ്ക് ജ്യൂസ് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പശുവും പാല് മാങ്ങയൊക്കെ ആകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. മാങ്ങയും തേങ്ങാപ്പാലും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് എന്താ പറയുക, കുടിക്കുമ്പോൾ നല്ല കട്ടിയുള്ളതാവാൻ നോക്കണ്ട. അതായത് ലൂസാക്കാതെ നല്ല കട്ടിയോട് കൂടിയിട്ട് തന്നെ കുടിക്കാൻ നോക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഇതൊക്കെ തണുപ്പിച്ചെടുത്തും ചെയ്തിരുന്നു. പിന്നെ നമുക്ക് ഇനി ഇത് അടിച്ചെടുത്തിട്ട് മൊത്തം മിക്സ് ചെയ്തെങ്ങാണ്ട് തണുപ്പിക്കണമെങ്കിൽ അങ്ങനെ തണുപ്പിക്കാം. ഞാനിങ്ങനെ മാങ്ങ കഷ്ണങ്ങൾ തണുപ്പിച്ച്, സാബുനരി വേവിച്ച് ചൂടാറിയ ശേഷം അതും തണുപ്പിച്ച്, അങ്ങനെ കസ്കസ് അങ്ങനെ എല്ലാം തണുപ്പിച്ചെടുത്തിട്ട് ആണ് ഞാൻ ഇങ്ങനെ സെർവ് ചെയ്യുന്നത്. നമ്മളിഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യട്ടോ. ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ്. നമ്മളെ പാല് വെച്ചിട്ട്, പച്ച പാല് വെച്ചിട്ട് നമ്മൾ അടിക്കില്ല, അതിനേക്കാളും ടേസ്റ്റാണ് തേങ്ങാപ്പാലിൽ മാങ്ങ അടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക.